wish that I could hold a torch to you. Watch the embers light the shadows on your face. It's hard to dim the light that radiates in my body's while we float around this place. If you're gonna go, just promise me that you'll let me down easy. I don't wanna know this part. 'Cause every time I run, I trip and fall, but it never seems to faze me. I don't wanna fall, I didn't think I'd fall this hard. You got time, don't push me off, 'cause I don't mind if you hold it tight. No, if the world falls into the sea, it would still be you and me. Yeah, yeah. If the world falls into the sea, it would still be you and me. I wish that I could worry less about the little things that happen in this place and time. 'Cause nothing on this plan is permanent. The only thing that really matters is the right. You got time, don't push me off, 'cause I don't mind if you hold me tight. No. ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ. ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാഥ. ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ. ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാഥം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളന്ന് ഷൈൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അവന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാനാണ് വന്നത്. അവൻ ഇന്നു മുതൽ ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബന്ധുക്കള്, ചാർച്ചക്കാര് എല്ലാവരും ഉണ്ട് ഷൈൻ്റെ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി. ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇനി ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, രോഗാവസ്ഥകളുണ്ട്. ഇന്ന് നമ്മൾ ഈ സന്തോഷത്തിൽ പങ്കുകൊണ്ട് ഷൈന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഷൈനെയും അവരുടെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എപ്പോഴും അവന് നന്മ വരട്ടെ എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം
എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയ സഹോദരരെ, മിശിഹ നമ്മെ സ്നേഹിച്ചു. മിശിഹായോടുള്ള ഭയഭക്തിയെ പ്രതി അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭാര്യമാരെ, നമ്മുടെ കർത്താവിനെ എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ. മിശിഹ സഭയുടെ ശിരസും ശരീരത്തിൻ്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ കർത്താവ് ഭാര്യയുടെ ശിരസത്രേ. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ജീവന്റെ വചനമടങ്ങിയ ജലം കൊണ്ട് സ്നാനം വഴി സഭയെ വിശുദ്ധീകരിക്കുന്നതിനും കറയോ ചുളുക്കോ കൂടാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവും മഹത്വപൂർണവുമായി തൻ്റെ മുമ്പാകെ നിർത്തുന്നതിനു വേണ്ടി തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി അവിടുന്ന് സമർപ്പിച്ചു. അതുപോലെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരമെന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ഒരുവനും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുന്നില്ല. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നു. നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്, അവിടുത്തെ മാംസവും അസ്ഥിയുമാണ്. ആകയാൽ മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ സഭയെയും മിശിഹായെയും ഉദ്ദേശിച്ചത്രേ ഇത് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എന്നും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ സ്തുതി എന്നും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. എന്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളും. എന്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളും. എളിയവർ അത് കേട്ട് ആനന്ദിക്കട്ടെ. എളിയവർ അത് കേട്ട് ആനന്ദിക്കട്ടെ. നിങ്ങൾ എന്നോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകൻ. അവിടുത്തെ നാമത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഞാൻ കർത്താവിനെ അന്വേഷിച്ച് അവിടെ നിന്ന് എനിക്ക് ഉത്തരം നൽകി. സകല ഭയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിച്ചു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. അങ്ങയെ ദർശിക്കുവിൻ, അപ്പോൾ നിങ്ങൾ പ്രകാശിതരാകും. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. ഇളയവൻ നിലവിളിച്ച് കർത്താവ് ശ്രമിക്കുകയും ചെയ്തു. സകല കഷ്ടതകളിൽ നിന്ന് അവിടെ നിന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിന്റെ ദൂതൻ അവിടുത്തെ ഭയപ്പെടുന്നവരുടെ ചുറ്റും കൂടാരമടിച്ചു അവരെ മോചിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ. അവിടുത്തെ പക്കൽ അഭയം തേടുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനും സമീപനമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്കൊരു ദിവസം കൂടി ദാനമായി തന്ന കൃപയോർ തങ്ങൾക്ക് നന്ദി പറഞ്ഞു സ്തുതിച്ച് വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ആദിയിൽ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്കതായ ഒരു തുണയെ കൊടുക്കുമെന്ന്. അങ്ങ് ആദത്തിന് ഹവ്വയെ തുണയായി കൊടുത്തതുപോലെ ആ പ്രക്രിയ ഇന്നും സഭയിലും സമൂഹത്തിലും ജനങ്ങളുടെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഷൈൻകുമാറിന് അവന് തക്കതായ ഒരു തുണയെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ച് അങ്ങ് തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്തു. ഷൈൻകുമാറും ആനിവത്സലനും ഇന്ന് തിരുസഭ പ്രകാരം പരിശുദ്ധാലയത്തിൽ വെച്ച് വിവാഹമെന്ന കൂതാശ ചെയ്യപ്പെടുമ്പോൾ കർത്താവെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണ്. ദൈവമേ, ദേവാലയത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ കൂതാശ പരികർമ്മം ചെയ്യുന്ന വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ കൈവയ്പിലൂടെയും അവരുടെ വാക്കിലൂടെയും ഷൈൻകുമാറിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. കർത്താവെ, അവന്റെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മകനെ ഇത്രയും നാളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനും കർത്താവെ ഞങ്ങളുടെ തിരുവിഷ്ടപ്രകാരം ജീവിക്കുവാനും ആ മാതാവിനെ സഹായിച്ചതായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, അവന്റെ പിതാവ് പരലോകത്തിലാണെങ്കിലും ഈ സന്തോഷം അവിടെ ഇരുന്ന് കാണുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, മറ്റു ബന്ധുക്കളെ എല്ലാം ഞങ്ങൾ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഷൈൻ്റെ കുടുംബജീവിതം നല്ലതായി തീരുവാൻ വേണ്ടി നടന്നിരിക്കുന്ന ഇവരെല്ലാവരും ഷൈൻ്റെ ജീവിതത്തിലുടനീളം അവരുടെ പ്രാർത്ഥനകൾ അങ്ങ്
ഉണ്ടായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. കർത്താവ്, ഞങ്ങളുടെ സാന്നിധ്യം കൃപയും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ദേവാലയത്തിൽ പോകുമ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യം കൃപയും എപ്പോഴും നമ്മോടുകൂടെയും ഈ കൂട്ടായ്മയിലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പിതാവേ, അങ്ങ് കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപയും മാധ്യസ്ഥവും എപ്പോഴും ഷൈന്റെ കുടുംബത്തോടുമായിരിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവാഹത്തെ അങ്ങ് ആശീർവദിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ മകനോട് ആവശ്യപ്പെട്ടതുപോലെ അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ ആ വീഞ്ഞിന് പകരം പച്ചവെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ഉത്തമമായ വീഞ്ഞ് നൽകിയ കർത്താവെ, ഈ മകനെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സർവശക്തനായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു കാറ്റിൽ നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീയെന്നും മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ. പല വഴിമരങ്ങളായി നിലവുകൾ നിൽക്കേ കൊലുസണിയുന്ന നിലാവേ, നിൻ പദത്താളം വഴിയുന്ന വനവീതി ഞാൻ. വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂഖം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. മേഘമായ താഴ്വരയിൽ താളമായ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൻ നാളും പോൽ നിന്നാലും നീ. മഴ പോലെ അരികിലണയുകയായി നീ. പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി. മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരിയായി. ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. രാവോർമയിൽ
സുഗന്ധിയിൽ വിരൽ ചേർത്തു ഞാൻ തൂനെറ്റിമേൽ അണിയും കുങ്കുമമായി നിഴലു പോലൻ പാതയിൽ പതിയെ വന്നിടവേ മതിവരാതനുരാഗത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹിക്കുന്ന ഷൈൻ ആനി, ഷൈന്റെയും ആനിയുടെയും മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറെ സന്തോഷമുള്ള ഒരു ദിനത്തിലാണ് തിരുസഭ ഇന്ന് നിങ്ങളെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നത്തെ ഈ ആരാധനയിൽ ഏറെ പ്രത്യേകമായി നിങ്ങൾ രണ്ടുപേരുമാണ് ഇന്നത്തെ ആരാധന. ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ഒരു പുതിയ കുടുംബം എന്ന് രൂപപ്പെടുത്തും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേർക്കുമൊപ്പം ക്രിസ്തുവുമുണ്ട് എന്ന ബോധ്യത്തിൽ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഒരു കുടുംബം രൂപപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ കടമയും ഉത്തരവാദിത്വം. പഴയ നിയമത്തിൽ അബ്രഹാത്തിനോട് ദൈവം പറയും, നീ ചെല്ലുന്നിടത്തെല്ലാം നീ അവർക്കൊരു അനുഗ്രഹം ആയിരിക്കും. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികളും ആ കുടുംബത്തിന്റെ അനുഗ്രഹമായി മാറണം. ഷൈന്റെ കുടുംബത്തിലേക്ക് ആനി അനുഗ്രഹമായി മാറണം, ആനിയുടെ കുടുംബത്തിലേക്ക് ഷൈൻ അനുഗ്രഹമായി മാറണം. പരസ്പരം അംഗീകരിച്ച് പരസ്പരം ഉൾക്കൊണ്ട് ജീവിത അവസാനം വരെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ ഉത്തരവാദിത്വം പിൻചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കും. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വിരുന്ന് കാണുന്നു. കാനായിലെ കല്യാണ വിരുന്ന് കർത്താവ് തന്റെ ആദ്യത്തെ അടയാളം പ്രകടിപ്പിച്ച സുവിശേഷമാണ്. അവിടെ നമ്മൾ കാണുക കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഒരു കുടുംബത്തിൽ. പക്ഷെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ അവർക്ക് വീണില്ല എന്നൊരവസ്ഥ എത്തി. അവിടെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ആശ്വാസമായത്, അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവപുത്രനിലേക്ക്, അവരുടെ നന്മയിലേക്ക് പരിണമിക്കുന്നു. അപ്പൊ രണ്ട് കുടുംബങ്ങൾ ഒന്നുചേർന്ന് ഒരു കുടുംബമാകുമ്പോൾ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകളിലൊക്കെ ചില തെറ്റുകളും കുറവുകളും ഒക്കെ നമ്മൾ ആലോചിച്ചത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ആഗ്രഹിച്ചത് ഒരുപോലെ ചിലപ്പോൾ പോയി എന്ന് വരുന്നു. പക്ഷെ അവിടെയുള്ള ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നറിഞ്ഞ് അത് പരിഹരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ആ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് പറയാൻ കഴിയും, കർത്താവും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ എവിടെയെല്ലാം കർത്താവുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ പരിശുദ്ധ അമ്മ എവിടെയെല്ലാം ഉണ്ടോ അവിടെ കർത്താവ് സന്നിഹിതം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ക്രമപ്പെടുത്തണമെങ്കിൽ ജപമാല ചൊല്ലി അതൊരു ആയുധമായി കയ്യിൽ ചേർത്തി നിങ്ങളുടെ കുടുംബം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നിന്ന് ജീവിത അവസാനം വരെ നിങ്ങളുടെ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ ദൈവം അനുദിനം വളർത്തി മുന്നോട്ട് പോകും. നിങ്ങൾ ഇന്ന് വാഗ്ദാനം ചെയ്യുന്ന വാഗ്ദാനം ജീവിത അവസാനം വരെ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ സഭ, ഈ ഇടവക സമൂഹം നിങ്ങളുടെ ഭാവി ജീവിതം ദൈവം വരെ പ്രസാദമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഓർക്കണം. ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി മാനവവംശത്തിന്റെ വർധനയ്ക്കായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിപ്പിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളതമേ. നിങ്ങൾ വിവേകത്തോടെ
തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും തുല്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് തിന്മയോ ഇന്നലത്തിന് ഇന്നലോ പകരം കൊള്ളാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി ഇരിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ രക്ഷിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ ശത്രുക്കളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലതെന്ന് തിരിച്ചറിയും. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നാം പരസ്പരം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്ന്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സുവിശേഷം സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായി ഉദാസിയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാവട്ടെ ഒരു പ്രത്യേക ഉദാസിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായും അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കും. സന്തോഷം സന്താപം
സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ എന്റെ കർത്താവെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നതായി സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരണപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുന്നു. ഈ താലി ആശീർവദിക്കണം. ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണം. ദൈവമേ, പ്രസാദകരത്തിന്റെ അടയാളമായ ഈ മന്ത്രകൂടി ദയാപൂർവം ആശീർവദിക്കണം. ജ്ഞാനസ്ഥാന അവസരത്തിൽ പ്രസാദകരം നൽകി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹിക്കണം. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വാസങ്ങളുടെയും അടയാളമായി പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കാര്യം ധരിച്ചു. Hallelujah, 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 hallelujah. ദിവസത്തെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ നിന്ന് ഈ സഹോദരനെയും സഹോദരിയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായി സ്നേഹത്തിൽ എന്നേക്ക് വിയോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹിതരാകാനും മക്കളിൽ ചെയ്യുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ എന്ന ദിനമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന ഞങ്ങളുടെ ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിവാഹത്തിന്റെ പാമ്പന ഉടമ്പടിയുടെ പൊതുരണത്തിനായി അഭ്യസിച്ച
കാണിക്കകൾ സ്വീകരിക്കുകയും അതിന്റെ നന്മയുടെ ഉറവിടമായ അങ്ങ് അതിന്റെ തന്നെ ഉദാരമതിയായ നിയതാപമായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുക. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. വിശുദ്ധ വിവാഹത്തിന്റെ ഫലഭൂഷ്ടമായ ചാരിത്രശുദ്ധി ദത്തപുത്രന്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കുന്നതിന് മനപ്പൊരുത്തത്തിന്റെ മധുരനൃത്തത്താലും സമാധാനത്തിന്റെ അഭിവാജ്യ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി അങ്ങ് ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവേ, ശിശുക്കളുടെ ജനനം ഈ ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്ഥാനത്താലുള്ള നവജന്മം സഭയുടെ വർദ്ധനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരും അങ്ങനെ അങ്ങേ പരിപാലനത്താലും കൃപയാലും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ വിവിധ പ്രവർത്തനങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അവിടെ വഴി മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ സ്തുതി ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാകണം. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടെ നൊറ്റുകൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും
അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ വിൻസൻ സാമുവൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയരത്തിന്റെ പ്രത്യാശയുടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട ഈ അവസരത്തിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി രൂപവൽകൃതരായി നമുക്ക് അങ്ങേ മഹാശക്തിയാൽ ഇല്ലായ്മയിൽ നിന്നും സമസ്തവും സൃഷ്ടിച്ചാണ്. പ്രപഞ്ചോൽപ്പത്തി ക്രമവൽക്കരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും പുരുഷനെ സ്ത്രീയെ വേർപെടുത്താനാവാത്ത തുണയാക്കി തീർക്കുകയും ചെയ്തു വരുന്നു. അങ്ങനെ മേലിലവർ രണ്ടല്ല ഒരു ശരീരമാണെന്ന് സംപ്രീതിയോടെ അങ്ങ് ഒന്നാക്കി തീർത്തവരെ ഒരിക്കലും വേർപെടുത്താൻ പാടുള്ളതല്ലെന്ന് അങ്ങ് പഠിപ്പിച്ചു. ദൈവമേ, വിവാഹ ഉടമ്പടിയും ക്രിസ്തുവിന്റെയും സഭയുടെയും കൂദാശ പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായി രഹസ്യമാക്കി പവിത്രീകരിച്ചുവല്ലോ. ദൈവമേ, അങ്ങ് വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചിട്ടുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവ പാപത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താലുള്ളമായ വിനാശത്താലോ നഷ്ടപ്പെടാതെയുള്ളൂ. വിവാഹബന്ധത്താൽ ഒന്നായി തീർന്ന അങ്ങേ ഈ ദാസരുടെ മേൽ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണം. ഇവർ പ്രത്യാശിക്കുന്ന അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം ഇവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തതയോടെ അവർ നിലനിൽക്കാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ചൊരിയണമേ.
അങ്ങേ ദാസിയായ ആനിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ കൃപ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവളായി അവൾ നിൽക്കട്ടെ. ഇവരുടെ ഭർത്താവിന്റെ ഹൃദയം ഇവരെ വിശ്വാസം അർപ്പിക്കട്ടെ. ഇവരുടെ തുല്യ പങ്കാളിയും കൃപാവരത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവളെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏക ശരീരമായി തീർന്ന് ജീവിത നൈപുണ്യം വഴി വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തി ആർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുകയും സന്താന ഭാഗ്യത്താൽ അനുഗ്രഹീതരാകുകയും സുഹൃത സമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരുകയും അവരുടെ സന്താന പരമ്പര കാണുകയും ഇവർ ദീർഘായുസ്സുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കരുത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിന് വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കർ.
ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിന് കാരണമായപ്പോടെ അനുയാത്ര ചെയ്യണമേ. പാവന ബന്ധത്താൽ സംയോജിപ്പിച്ചവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്തവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസിലാക്കി തീർക്കാൻ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ ദമ്പതികൾക്ക് നമുക്കെല്ലാം ആശംസകളും അറിയിക്കാം. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഈ സഹോദരങ്ങളെ ഓർക്കാം. നല്ലൊരു കുടുംബം രൂപപ്പെടുത്തി പരസ്പരം വിശ്വസ്തയോടെ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കുവാൻ, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഇല്ലാതെ സന്തോഷത്തോടെ പങ്കുവെച്ച് സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷൈന, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. കൂടുതൽ സജീവമാകുന്നതോടെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ലഭിക്കും. അത് മനസ്സിലാക്കി വീണ്ടും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇടവകയുടെ പേരിൽ എൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ നിത്യപിതാവായി നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവസരം ആർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം.
വിശുദ്ധി തൻ വെൺചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തൻ അങ്കണം പണിയണം. സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. നീയൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാ. വിവാഹിതരായ ആനിയെ ശൈലജയുടെ നാമം സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായി ഒന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായി ഉറങ്ങിട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5 വചനങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി ഇരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കർത്താവിൻ്റെ വചനം.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്നേഹപിതാവേ, ഈ ഹോളി ക്രോസ് അങ്കണത്തിലായിരുന്നുകൊണ്ട് അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഞങ്ങൾ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം പിതാവേ, വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന അങ്ങയുടെ 2 മക്കളെ വിവാഹമെന്ന കൂതാശയിൽ കൂടി ഇന്ന് ഒരു കുടുംബമാക്കി മാറ്റിയതിനെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം പിതാവേ, ഇവിടെ കുടുംബജീവിതത്തിൽ അങ്ങ് രക്ഷകനും നാഥനും രാജാവുമായിരുന്നുകൊണ്ട് അങ്ങ് തന്നെ ഇവരെ നയിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ യാചിക്കുന്നു. സ്നേഹപിതാവേ, മകൾ കയറി പോകുന്ന ഭവനത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആ ഭവനത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഇവരെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം അങ്ങയുടെ നിറസാന്നിധ്യം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം സന്തോഷവും സമാധാനവും അനുഗ്രഹപ്രദവുമാകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങൾ യാചിക്കുന്നു. ഇവരുടെ യാത്രയെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വാഹനം അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെ വീഴ്ചാലായ അങ്ങയെ നിങ്ങൾ സ്തുതിക്കുന്നു. ഇവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സേ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്താതെ തിന്മയിലേക്ക് ആമേൻ. പരിശുദ്ധ കന്യകാ മാതാവേ, ഇന്നത്തെ ദിവസം അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിന് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് അങ്ങ് മാധ്യസ്ഥം വഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും ഷൈൻ്റെയും അവരുടെ ജീവിത പങ്കാളിയ ആനിയുടെ ജീവിതത്തിൽ അങ്ങ് സഹരക്ഷകയായിരുന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്നേഹപിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു, തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ, ഈറൻ കാറ്റിൽ മായും മഞ്ഞിന്റെ ഉള്ളിൽ പുലരും പൂക്കളായി നാം. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ, പല നിറമകലുന്നേ, പുതുനിറമുണരുന്നേ, ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ. അറിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ മഴയിലാ
സല്ലാപം അലഞ്ഞുറിയും ആഷാഢതീരം അതിലമൃദു പെയ്യുമീഴാം യാമം അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാലിയാൻ വാ ഈ പ്രണയതൽപത്തിലമരാൻ വാ. നെല്ലുമണിയുണ്ണണ ചുണ്ടില് വൈത്താരിയായി ചപ്പുകള് ചിക്കണയൊച്ചകളില താളമായി കണ്ണുകളിൽ ഇന്നലെ വന്നിന്തരസിന്തളന്നി നീ ഉള്ളിനതിരെങ്ങനെ കള്ളിനി അവകാശിയായി ഏ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ. നാലുമണി നാഴികയൂതണ ഘടികാരമായി പൂവുടമേയണ പോലിവളധികാരിയായി കണ്ണുകളിൽ ഇന്നലെ വന്നിന്തരസിന്തളന്നി നീ ഉള്ളിനതിരെങ്ങനെ കള്ളിനി അവകാശിയായി ഏ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ ഏ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ. അരികത്തിനരികയായി അടയിരുന്നുണരുന്ന പുതുതുവലിരുമോഹ ചിറകുകളായി കലപിലയൊഴിയാതെ നടുക്കള കഥകിൻ്റെ പടിമേലൊന്നിരുന്നോരോ വിളവുകളായി പഞ്ഞിമരമൊന്നാകെ പമ്മി നടപ്പാണേ കുഞ്ഞിനരനൂലാണേ കുഞ്ഞിക്കൊടുക്കാണേ അത്താഴം പത്താതെ കാക്കേണേ പത്തായ കെട്ടാകെ നോക്കേണേ കൊട്ടാരമൊട്ടാകെ വാഴുന്നേ മാനേ. നെല്ലുമണിയുണ്ണണ ചുണ്ടില് വൈത്താരിയായി ചപ്പുകള് ചിക്കണയൊച്ചകളില താളമായി കണ്ണുകളിൽ ഇന്നലെ വന്നിന്തരസിന്തളന്നി നീ ഉള്ളിനതിരെങ്ങനെ കള്ളിനി അവകാശിയായി ഏ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ ഏ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ. മണക്കണ നാവിന്റെ റമ്പത്ത് കല്യാണപ്പാട്ടൊന്ന് ചോരുന്നേ പിന്നാലെ നീ ഒരു ചാക്കിലൊരര കിലോ ജീവത്തിൻ തോലത് പൂളുന്നേ അലമാരി അത് ചാരി ഒരു കുഞ്ഞു കുമരിയൊരുങ്ങി വരിയായി വിരിയായി ശ്യാമിയാനയാകെ മൂടുമീ
ദിനം തുടങ്ങണേ. പത്തേമാരിലെ ഒരു തട്ടേരാവിലെ വട്ടം ചുറ്റാൻ ചുറ്റിപ്പൊക്കി കെട്ടും വായിലെ ഇത്തിത്താരിലെ തകരാരിത്താരിലെ നിന്നെ കാണാൻ തക്കം പാത്തൊരു തണ്ടലുവാരിയെ മംഗളമേറാനെ അക്കരെ നിന്നൊരു ചെക്കനിരങ്ങനെ പത്തേമാരിലെ നിന്നെ ചൂണ്ടാനെ നുള്ളിച്ചേടാനെ 9 നോമ്പിത് നോട്ടുവിടും നീ തണ്ടലുവാരിയെ. നിലയ്ക്കമടക്കണനാവിന്റെ എറമ്പത്ത് കല്യാണപ്പാട്ടൊന്ന് ചോരുന്നേ. പിന്നാലെ നീ ഒരു ചാക്കിലോ 1/2 കിലോ ദീപത്തിൻ തോലത് പൂളുന്നേ. കൂടുന്ന പോരുന്നായിലേ എടി നീയലവിരിക്കി പന്തിലെഞ്ചാരേ. ഓ വിച്ചളമന്തകളെത്രാണേ വിക്കിടിയപ്പിടിയത്തായ ചോറ് വേഗണ്ടേ പൂവിളമ്പണ്ടേ കുത്തുക്കോണികളെന്തായ കിടുതാപ്പികളൊപ്പങ്ങളില്ലായ പൂതിയേറുന്നേ ആരി കൂടുന്നേ. ഉടുത്ത സാരി വായ്പ വാങ്ങി വിരുന്ന് പോരുന്നേ. ഉരസലില്ലാതിണക്കവില്ലിന്നറിഞ്ഞു നാമുന്നേ. അത്തായി ഇത്തോണി ചെമ്പാകി വെന്തി കല്യാണകാലം. പത്തേമാരിലെ ഒരു തട്ടേരാവിലെ വട്ടം ചുറ്റാൻ ചുറ്റിപ്പൊക്കി കെട്ടും വായിലെ എത്തിത്താരിലെ തകരാരിത്താരിലെ നിന്നെ കാണാൻ തക്കം പാത്തൊരു തണ്ടലുവാരിയെ. ഏലക്കാജോവക്കണനാവിന്റെ നടുവത്ത് കല്യാണ തീയതികളേറുന്നേ. ചുണ്ടാളി നീ ഒരു വാക്കിന് ഉറപ്പിച്ച് കുഞ്ഞാളെ നീ ഇങ്ങ് പോരുന്നേ. ഒലിയായി മഹറായി പവനാറ് തകിട് തിരഞ്ഞേ ഒലിയായി ചിരിയായി രണ്ടു വീടുമൊന്നു ചേരുമേ ദിനം ഒരുങ്ങണേ. പത്തേമാരിലെ ഒരു തട്ടേരാവിലെ വട്ടം ചുറ്റാൻ ചുറ്റിപ്പൊക്കി കെട്ടും വായിലെ ഇത്തിത്താരിലെ തകരാരിത്താരിലെ നിന്നെ കാണാൻ തക്കം പാത്തൊരു തണ്ടലുവാരിയെ മംഗളമേറാനെ അക്കരെ നിന്നൊരു ചെക്കനി
ന്യായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിരോലമായി വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ തണുവണിത്തെരുവിൽ തിനവയൽക്കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ ഇരുളാകിലും നനവാകിലും ഹിമമൂടുവിൻ നിറദീപമേ ചെറുതാകിലും വലുതാകിലും ഇനി നിന്നിലാണെൻ ലോകമേ ഏതോ ഒരനുവാദം തേടി നീ എൻ്റെ തനുവോരം നിൽക്കേ ഞാൻ മെല്ലെ ഉരുകുന്നതെന്തേ ഇളനീർ കുളിരാ മിഴികൾ തമ്മിൽ പകരുകയാണി ചൂടിൽ പ്രണയ സ്വകാര്യം മെല്ലെ നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം. നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പാവിഴ മഴയേ